വെമ്പായം വരെ ഒന്ന് പോയിട്ട് വരാം. എന്തായാലും നമ്മുടെ പെട്രോൾ പമ്പ് കണ്ടോ, ഇൻ്റർലോക്കെല്ലാം ഇട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ, വളരെ കുറച്ച്. ബാക്കിയെല്ലാം ഇൻ്റർലോക്ക് ഇട്ട് സെറ്റായി. പിന്നെ മുകളിൽ പെയിൻ്റ് അടിക്കണം റൂഫിൻ്റെ. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ബിൽഡിങ്, ഇവിടുത്തെ ആ ഒരു ബിൽഡിങ്ങും അത്യാവശ്യം നല്ല രീതിക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വെമ്പായത്ത് എന്തായാലും ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ മാപ്പ് നോക്കിയപ്പോഴത്തേക്ക് വലിയ കടയിൽ, അതായത് ഫ്ലൈ ഓവർ കയറി വലിയ കട ചിറയൻകീഴ് ബൈപ്പാസ് വഴി ഇവിടെ ശാസ്തവട്ടം അഴൂരിൽ നിന്ന് ശാസ്തവട്ടം അതേപോലെ തന്നെ മംഗലാപുരത്തു നിന്ന് അകത്തോട്ട് പോത്തങ്കോട് ആ ഒരു വഴിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ശാർക്കര വഴി കയറി പോവാം, പക്ഷേ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ടാണ് മേ ബി മാപ്പ് തന്നെ ഇങ്ങനെ ഫ്ലൈ ഓവർ വഴി പോകാനായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മാപ്പ് പറയുന്ന പോലെ തന്നെ പോവാം. ഇവിടുത്തെ പാലം എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും പണി നടക്കുവാണ്. എന്തൊക്കെയോ ചെറിയ പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഓൾമോസ്റ്റ് സെറ്റായി. ലൈനെല്ലാം വരച്ചു, പെയിൻ്റെല്ലാം അടിച്ചു. എല്ലാ പരിപാടിയും കഴിഞ്ഞാലേ ഇവർ ഇവിടെ കിടക്കുന്ന ഇൻ്റർലോക്കും അതുപോലെ തന്നെ എംസാൻഡും കുറച്ച് മെറ്റലൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റുള്ളൂ തോന്നുന്നു. എന്നാൽ ഇതെല്ലാം എടുത്ത് അപ്പുറത്ത് തട്ടിയിരുന്നെങ്കിൽ, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഇതുവഴി പോകുമ്പോൾ ശ്രദ്ധിച്ച് പോകണം എന്നുള്ള രീതിക്ക്. അതിലൊരു പുള്ളി പറയുകയും ചെയ്തു ഞാനവിടെ വീണിട്ടുണ്ടെന്നുള്ളത്. എങ്ങനെ വീഴാതിരിക്കും? ഇവിടെ കണ്ടോ, ഒരു സ്ഥലത്ത് ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റോഡ് കുഴിച്ച്, നോർമലി എല്ലാ സ്ഥലത്തും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഫുള്ളായിട്ട് കുഴിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഫുള്ളായിട്ട് കുഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ചെറിയ രീതിക്ക് മാത്രം. നമ്മുടെ ശാർക്കര റെയിൽവേ ഗേറ്റ് അടച്ചിട്ടേക്കുവാണ്. ട്രെയിൻ എന്തായാലും ഇപ്പോൾ പോയി. ഞാനിപ്പോൾ ശാർക്കര വഴി കയറി വന്നിരുന്നെങ്കിലുള്ള പണി ഇതായിരുന്നു, ഇവിടെ കിടക്കേണ്ടി വന്നില്ലേ. ഫ്ലൈ ഓവർ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് കണ്ടോ ഇങ്ങനെ വന്ന് നമ്മൾ പോകുന്നു. ഇവിടെ അപ്പോൾ ഗേറ്റിൽ കിടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതാണ് മഞ്ചാടിമൂട്. നമുക്കിപ്പോൾ ശാർക്കര സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമ്മുടെ ആ ശാർക്കര ഗേറ്റുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു മഞ്ചാടി ഗേറ്റുണ്ട്. രണ്ടിലൊന്ന് നമുക്ക് ക്രോസ് ചെയ്താലേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിലൂടെ കഴിഞ്ഞ് വരാം. ഇതാണ് ആക്ച്വലി മഞ്ചാടിമൂട്. അങ്ങനെ ചിറയൻകീഴ് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ അഴൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് കടക്കുന്നു. സ്വാഗതം അഴൂർ പഞ്ചായത്ത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയ കോളിച്ചിറ, റൈറ്റ് പോയ പെരുമാതുറ. ഇതാണ് അഴൂർ ഗണപതി അങ്കോവിൽ. ഇതാണ് അഴൂർ ജംഗ്ഷൻ. CYC ജംഗ്ഷൻ. അപ്പോൾ CYC ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക്
ലെഫ്റ്റ് എടുത്ത് ശാസ്തവട്ടത്തേക്ക് പോകേണ്ടത്. ശാസ്തവട്ടത്തു നിന്ന് ആ ഒരു ഹൈവേയിൽ നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ശാസ്തവട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ട് റൈറ്റ് എടുത്തിട്ട് വേണം നമ്മൾ മംഗലാപുരം ഏരിയയിലേക്ക് പോകേണ്ടത്. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് അവസ്ഥ എന്നറിയത്തില്ല, പോയി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു റോഡാണിത്, അതുകൊണ്ട് തന്നെ സുഖമായിട്ട് പോവാം നമുക്ക്. അതിപ്പോൾ കാറിലാണെങ്കിലും 2 വീലറിലാണെങ്കിലും എല്ലാം നമുക്ക് സുഖമായിട്ട് പോവാം, വലിയ ബ്ലോക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടപ്പുലം ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് മുടവരം, നേരെ ശാസ്തവട്ടം വഴി മംഗലാപുരം, തോന്നയ്ക്കൽ, എവിടെയെങ്കിലും പോവാം. ഇതാണ് നമ്മുടെ ഗാന്ധി സ്മാരകം. ഗാന്ധി സ്മാരകത്തിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കുന്നു. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോരാണി ആ ഒരു ഭാഗത്തോട്ട് പോവാം. അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് ഗാന്ധി സ്മാരകത്തിൽ നിന്ന് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കുകയാണെങ്കിൽ, ഈ റോഡ് പോവുകയാണെങ്കിൽ 4 മുക്ക്, പെരുങ്കുഴി 4 മുക്കിലോട്ട് പോവാം. നമ്മൾ നേരെ പോകുന്നു. അപ്പോൾ ഇതോടെ അഴൂർ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അവസാനിക്കുന്നു. നന്ദി അഴൂർ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ മുതൽ മിക്കവാറും നമ്മുടെ മംഗലാപുരം ആയിരിക്കാം, മംഗലാപുരം ഗ്രാമപഞ്ചായത്തോ. ഇതാണ് ശാസ്തവട്ടം ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോരാണി ആ ഒരു ഭാഗത്തേക്ക് പോകാം. നമ്മൾ നേരെ പോകുന്നു. റോഡുകളെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല. ഇപ്പോൾ മെയിനായിട്ട് റോഡിൽ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഹൈവേ ആണ്. അതിനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതും റെഡിയാവും. രാജൻ നമ്മുടെ വീടിൻ്റെ വഴി പോകുന്ന വണ്ടിയാണ്. ചിറയൻകീഴ് വർക്കല അതിലെഴുതിയിട്ടുണ്ട് തെക്കും ഭാഗം ഇല്ലേ. ഇവിടെ എന്തായാലും റൈറ്റ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മുരുക്കുമ്പുഴ ഈ ഒരു ജംഗ്ഷൻ ചെന്ന് കയറുന്ന കോട്ടറഗിരി വഴി മുരുക്കുമ്പുഴ. ലെഫ്റ്റ് പോകുമ്പോഴത്തേക്ക് ചെമ്പകമംഗലം ആ ഒരു സ്ഥലത്ത് വരുന്നത്. ഇത് CNGയുടെ പെട്രോൾ പമ്പാണ് കേട്ടോ, AGNP. ഇത് ഒരെണ്ണം നമ്മുടെ കൊച്ചുവേളി ഭാഗത്തും ഉണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ ആക്ച്വലി രാവിലെയും വൈകിട്ടും നല്ല തിരക്കാണ് CNG വണ്ടികളുടെ ഗ്യാസ് അടിക്കാൻ വരുന്നത്. ഫുള്ള് വേസ്റ്റാണ്, എല്ലാവരും കൊണ്ട് അപ്പുറം ഇപ്പുറം കൊണ്ടങ്ങ് കളഞ്ഞേക്കുവാണേ. സമൂഹത്തോട് ഉത്തരവാദിത്തം ഇല്ലാത്തവരാണ് ആക്ച്വലി ഇങ്ങനെ കൊണ്ട് കളയണത് എന്ന് തന്നെ പറയാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒന്നും ക്യാമറയില്ല, വെട്ടമില്ല, ആളുമില്ല. അതുകൊണ്ട് തന്നെ കൊണ്ട് കളഞ്ഞിട്ട് പോകാൻ ഈസിയാണല്ലോ. എന്താ അവസ്ഥ എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ നമ്മുടെ തോന്നയ്ക്കൽ റോഡ് പണി നടക്കുന്ന സ്ഥലത്തോട്ട്, മെയിൻ റോഡിലോട്ട് വന്ന് കടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോവേണ്ടിയിരിക്കുന്നു. അവിടെ നിന്നാണ് കിംസിൻ്റെ വണ്ടി U-ടേൺ എടുക്കുന്ന, അവിടെ നിന്നാണ് നമുക്കും U-ടേൺ എടുക്കേണ്ടത്. ഇതാണ് ലൈഫ് സയൻസ് പാർക്ക് ബയോ 360. KSRTC.
കല്ലമ്പലം ആറ്റിങ്ങൽ കിഴക്കേക്കോട്ട തിരുവനന്തപുരം. ബൈപ്പാസ് വഴി പോകുന്നതാണ്. കഴക്കൂട്ടം ടെക്നോ പാർക്ക് ലുലു മാളെന്ന്. ലുലുവിൽ എന്തായാലും അവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ലുലു ആണ്. ലുലു, ഈ ലുലു അല്ല. അവിടെയും ജംഗ്ഷൻ, ഇവിടെയും ജംഗ്ഷൻ. ഇൻഡിക്കേറ്റർ ഇടണ്ട, അവരുടെ ഇഷ്ടം തന്നെ. നാഷണൽ ഹൈവേ പണികൾ എന്തായാലും നല്ല രീതിക്ക് പുരോഗമിക്കുകയാണ്. അപ്പോൾ നമ്മൾ മംഗലാപുരം ജംഗ്ഷൻ എത്തിയിരിക്കുന്നു. മംഗലാപുരത്തു നിന്ന് പോത്തങ്കോട് കുറേ നാളുകൊണ്ട് പണികൾ നടക്കുമായിരുന്നു. വളരെ മോശമായിട്ടുള്ള റോഡായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല അടിപൊളി റോഡായിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളായി ഇതുവഴി വന്നിട്ട്. എന്നാണ് ഇത് ഓപ്പൺ ആക്കിയെന്ന് അറിയത്തില്ല. എന്തായാലും റീസെൻ്റായിട്ട് ഓപ്പൺ ആയതേ ഉള്ളൂ. കണ്ടോ, അടിപൊളി റോഡായിട്ടുണ്ട്. ലൈൻ സഹിതം വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇതുവഴി പോയപ്പോഴാണ്, കുറേ നാളൊക്കെ ശേഷം ഇതുവഴി പോയപ്പോഴാണ് ഈ വഴി കാണുന്നത്. ഇതുവഴി പോയെന്ന് വെച്ചാൽ പള്ളിപ്പുറം വഴി അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് പോയപ്പോൾ. എന്തായാലും അടിപൊളി റോഡാക്കിയെന്നുള്ളതിന് വേറൊരു സംശയമില്ല. ഇതുപോലെ തന്നെ പോത്തങ്കോട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. നോർമലി നമ്മൾ ആ തോന്നയ്ക്കൽ AJ കോളേജിൻ്റെ അകത്തൂടെ പോയിട്ടൊക്കെയാണ് ഞാൻ അപ്പുറത്ത് വന്ന് കയറുന്നത്. കാരണം ഇവിടുത്തെ റോഡ് മോശമായതുകൊണ്ട് ഗൂഗിൾ മാപ്പ് അതായത് കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ വാവറമ്പലത്തിനടുത്ത് ചെന്ന് കയറുന്നൊരു വഴിയുണ്ട് ഇതിൻ്റെ അകത്തൂടെ. ഇന്നിപ്പോൾ ഈ ഒരു വെമ്പായം ജസ്റ്റ് നോക്കുന്ന സമയത്താണ് മാപ്പ് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇവിടെ പോത്തങ്കോട് വരെ മിക്കവാറും ഓക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കാണിക്കത്തില്ല ഗൂഗിൾ മാപ്പ് തന്നെ. എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല റോഡുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഇൻ്റർസെപ്റ്റർ ഉണ്ടല്ലോ, ക്യാമറയും കൊണ്ട് നിൽപ്പുണ്ടാവും. സോ നമ്മൾ 60 മുകളിൽ പോകാതിരിക്കുക, അതാണ് നല്ലത്. എന്ത് വൃത്തി എന്നുള്ളതാണ് റോഡ് വന്നപ്പോഴത്തേക്ക്. കാണാനും പോകാനും എല്ലാം അടിപൊളി. ഇതെല്ലാം മംഗലാപുരം ഗ്രാമപഞ്ചായത്ത് ആവണം. പണി എന്തായാലും നല്ല നീറ്റ് പണി. അതേപോലെ തന്നെ വർക്ക് ഉണ്ടോ, രണ്ട് സൈഡും ഇൻ്റർലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഫെൻസും ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഇവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, ഈ വഴിയാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. AJ കോളേജ് വഴി വരുമ്പോഴത്തേക്ക്. എൻ്റെ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ ഇവിടെ വന്ന് ഇറങ്ങും. നമ്മുടെ രാജം ബസ്സും വരുന്നത് ഇതുവഴിയാണ്. ഇതാണ് ജുമാ മസ്ജിദ് വാവറമ്പലം. അങ്ങനെ നമ്മൾ പോത്തങ്കോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോത്തങ്കോട് എത്തി. പോത്തങ്കോട് ഇവിടെ ഈ ഒരു സ്ഥലം കാണുന്നത് വൺ വേ ആണ്. നമ്മൾ നേരെ പോകണം അങ്ങോട്ട് വൺ വേ ആണ്. അതായത് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുന്നവർ അല്ലെങ്കിൽ വെമ്പായം ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഇത് വൺ വേ ആണ്. അവിടെ നിന്ന് നമ്മുടെ വെട്രോഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആ സൈഡ് വൺ വേ ആണ്. പോത്തങ്കോട് എപ്പോഴും ഒരു എന്താ പറയുക, ഇതേപോലെ കൺജസ്റ്റഡ് ആണ് ആക്ച്വലി ഈ ഒരു ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വെഞ്ഞാറമൂട് പോകണ്ട, നമുക്ക് കന്യാകുളങ്ങര വഴി വെമ്പായം പോകുന്നതായിരിക്കും നല്ലത്.
പക്ഷേ മാപ്പിൽ അങ്ങനെയല്ല കാണിച്ചത്. എന്നാൽ എനിക്കറിയാവുന്നൊരു വഴിയാണിത്. ലെഫ്റ്റ് പോയാൽ വെഞ്ഞാറമൂട്, നേരെ നമുക്ക് പോവാം. ഇവിടെ നിന്ന് റൈറ്റ് പോയാൽ പൗടിക്കോണം, അതുവഴി നമുക്കങ്ങ് ശ്രീകാര്യത്ത് പോവാം. നമ്മൾ നേരെ പോകുന്നു. ഇവിടെ നിന്ന് നേരെ പോയാൽ വേളാവൂർ, റൈറ്റ് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ കന്യാകുളങ്ങര. ഇവിടെ പിന്നെ ഫുള്ള് വളവും തിരിവാണേ. ഓക്കേ, നേരെ പോയാൽ നെടുമങ്ങാട്, ലെഫ്റ്റ് പോയാൽ വെമ്പായം, റൈറ്റ് പോയാൽ വട്ടപ്പാറ വഴി നമുക്ക് കേശവദാസപുരത്ത് പോകാം. ഇതാണ് കന്യാകുളങ്ങര ജംഗ്ഷൻ. എനിക്ക് പോകേണ്ട സ്ഥലം ആക്ച്വലി വെമ്പായത്തുനിന്ന് നെടുമങ്ങാട് റൂട്ടാണ്. നമുക്ക് ആ കന്യാകുളങ്ങര നേരെ കയറി കഴിഞ്ഞാൽ വെമ്പായം നെടുമങ്ങാട് റൂട്ടിലോട്ട് കയറാം. പക്ഷേ പ്രോപ്പറായിട്ടുള്ള സ്ഥലം എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ജംഗ്ഷനിൽ നിന്ന് പോവാം. ലെഫ്റ്റ് കൊട്ടാരക്കര, റൈറ്റ് നെടുമങ്ങാട്, ഇത് വെമ്പായം ജംഗ്ഷൻ. വെമ്പായത്ത് നിന്ന് റൈറ്റ്. $803, 1 കിലോമീറ്റർ. വെമ്പായത്തു നിന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ടയർ കടയുണ്ട്. അവിടെ ചെന്നിട്ട് അവിടെയാണ് പോവേണ്ടത്. ഇതാണോ ഇനി ടയർ കട? ഓ, ഈ റോഡ് കഴിഞ്ഞിട്ട് തന്നെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു റൈറ്റ് കാണുന്ന റോഡ്. ഓ, അപ്പോൾ വെമ്പായം ജംഗ്ഷൻ വേണ്ടായിരുന്നു. ടയറുകൾ നോക്കി പോകണം ഇത്. ഒരു കിലോമീറ്റർ കഴിഞ്ഞല്ലോ.